തീർച്ചയായിട്ടും ഉമ്മാനോട് ഞാൻ മനസ്സറിഞ്ഞ സോറി പറയാണ്. എന്നെ ഒഴിവാക്കി ആശി വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും ഉമ്മാക്ക് നല്ലൊരു മരുവൾ തന്നെ ആയിരിക്കും ഞാൻ. ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയുന്നു നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയരുന്നു എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മയ്യത്ത് മോറ് നോക്കാൻ വരരുത്. ഇപ്പൊ ഇല്ലാത്ത അപ്പെന്തിനാണ്? ഇപ്പൊ വരട്ടവനെ എല്ലാ സമാധാനം തരട്ടെനിക്ക്. ആഷിക്കെ, നിന്നോട് പറയാനുള്ളത്, നീ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയൂല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമുള്ളത്. അത് ഉമ്മാൻ്റെ കാലിൻ്റെ അടി ചൊറിഞ്ഞു നോക്കിയാൽ ആ സ്വർഗം കിട്ടൂല. മറിച്ച് അതിൻ്റെ പൊരുളെന്ന് പറയുന്നത് ഉമ്മമാരെ സ്നേഹിച്ചാൽ, അവരെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ, അവരെ വേദനിപ്പിക്കാതിരുന്നാൽ ഒരു മനുഷ്യന് സ്വർഗമുണ്ട്. അതെല്ലാം അവരെ വേദനിപ്പിച്ച് വെറുപ്പിച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന് നരകമുണ്ട് എന്നാണ്. എന്നാൽ നിൻ്റെ ഉമ്മ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ഈ ലക്ഷോപലക്ഷം ആളുകൾ കേൾക്കെ കാണെ ആ ഉമ്മ വന്നിരിക്കുന്നത് നീ ശ്രദ്ധിച്ചോ? മുഖം മറച്ചിട്ടുണ്ട്. അത്രമേൽ ആ ഉമ്മാക്ക് അവിടെ വന്നിരുന്ന് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും ആ ഉമ്മ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഉള്ളം നീറിയിട്ടാണ്. ആ നീറ്റലിൻ്റെ കാരണക്കാരൻ നീയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കടോ. നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാകുമെന്ന്.